Hello everyone. Happy Sunday. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. This is Melina from Edmonton, Canada. I'm a wife, mom of 2 lovely girls, and I'm a proud digital business entrepreneur. So എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് എല്ലാവരും ടയേർഡായിട്ട് ഇരിക്കും അല്ലേ? And we will be getting prepared to start your work tomorrow because today is Sunday here. So hope everybody had a wonderful Onam. സോ ഇന്ന് ഞാനൊരു ചെറിയ ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ ഒരു പോഡ്കാസ്റ്റ് കേൾക്കാനിടയായി രാവിലെ. അപ്പോൾ അതിൽ എനിക്കൊരു നല്ലൊരു ടിപ്പ് കിട്ടി. ചിലപ്പോൾ നമുക്കിത് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ എങ്കിലും അത് കേട്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് ഗോയിങ് ഫോർ ലൈഫ് ഫോർ 30 days. So and I don't want to talk about the business every single day. I want to give you some value, some tips, കൊച്ചു കാര്യങ്ങൾ എല്ലാവരുമായിട്ട് കുഞ്ഞു ടിപ്സൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും കൂടിയാണ് ഞാൻ ഈ ലൈവ് ഉപയോഗിക്കുന്നത്, ഈ ലൈവിലൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ ഇന്ന് ഞാൻ കേട്ട പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂ ഡിഫറെൻറ്റ് വേസ്, അതായത് ഒരു 4 different ways on how to be more productive ആൻഡ് അങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ കേട്ടത്. മെൽ റോബിൻസിൻ്റെ പോഡ്കാസ്റ്റ് ആയിരുന്നു. അതിൽ മെയിനായിട്ട് അവർ സംസാരിച്ചതെന്ന് വെച്ചാൽ മ്യൂസിക്കിനെ കുറിച്ചായിരുന്നു. നമുക്ക് എല്ലാവർക്കും മ്യൂസിക് ഇഷ്ടമാണ് അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്കും. ആൻഡ് ദേ വർ ടോക്കിംഗ് ആൻഡ് ഷീ വാസ് ടോക്കിംഗ് അബൌട്ട് ദ മ്യൂസിക് ഫ്രം അവർ ഓൾഡൻ ഡേയ്സ്. ലൈക്ക് നമ്മളിൽ കുഞ്ഞുനാളിൽ ഇഷ്ടപ്പെട്ട മ്യൂസിക്കുകളും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ഒക്കേഷനിൽ പ്ലേ ചെയ്ത മ്യൂസിക്സ്, അങ്ങനെയുള്ള മ്യൂസിക്കിനെ കുറിച്ചാണ്. ഇത് ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഞാനും ഐ ഹാവ് ഫെൽറ്റ് ദ സെയിം തിങ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ആ സെയിം തിങ് എനിക്ക് തോന്നിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ളൊരു റീസൺ അതിൻ്റെ പിറകിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇന്നാണ്. നമ്മൾ ചില സമയത്ത് ഭയങ്കര മൂഡ് ഡൗൺ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ മൂഡ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും അല്ലേ? നമുക്കൊരു പുതിയ എനർജി ഫീൽ ചെയ്യും. നമ്മൾക്ക് ആ പർട്ടിക്കുലർ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആങ്സൈറ്റിയോ സാഡ്നെസ്സോ നമ്മൾ മറന്നിട്ട് പെട്ടെന്ന് നമ്മുടെ മൂഡ് ചേഞ്ച് ആവും അല്ലേ? അപ്പോൾ അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ആ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് നമ്മൾ ആ മ്യൂസിക് പണ്ട് കേട്ടിരുന്ന മിക്കവാറും പഴയ പാട്ടുകൾ കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ആ മൂഡ് ശരിയാവുന്നത് അല്ലേ? എനിക്കങ്ങനെ ഒരു കുറേ പാട്ടുകളുണ്ട്. എനിക്കങ്ങനെ കുറച്ച് നല്ല എന്നെ മൂഡ് ബൂസ്റ്റപ്പ് ചെയ്യുന്ന കുറേ പാട്ടുകളുണ്ട്. ഞാനത് ശരിക്കും പറഞ്ഞാൽ കളക്ട് ചെയ്ത് വെച്ചത് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിട്ടാണ്. പക്ഷെ മിക്കപ്പോഴും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക എനർജി കിട്ടാറുണ്ട്. അപ്പം ഇന്നാണ് എനിക്ക് അതിൻ്റെ റീസൺ മനസ്സിലായത്. ബിക്കോസ് നമ്മൾ ആ പാട്ട് കേട്ടത് ചിലപ്പോൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഇവൻസിലോ വെച്ചായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വെഡ്ഡിങ്ങിന് വെച്ച ഒരു പാട്ടായിരിക്കും അല്ലെ? വെഡ്ഡിങ്ങിന് പ്ലേ ചെയ്ത ഒരു പാട്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെന്റ്സിൽ നമ്മൾ കേട്ട പാട്ടായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ഈ സമയത്ത്, അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മൂഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ മൂഡ്, നമ്മുടെ ആ ഒരു ഫീലിങ്സ്, അന്നത്തെ ആ ഫീലിങ്സ് ആയിട്ട് കണക്റ്റഡ് ആവും. അപ്പം നമുക്ക് അന്ന് നമ്മൾ അനുഭവിച്ച ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾക്കിങ്ങനെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡ് ചേഞ്ച് ആവുന്നത്. ചിലപ്പോൾ നമ്മൾ കോളേജിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ട ഒരു മൂവിയിൽ നിന്നായിരിക്കും ആ പാട്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ ഒരുമിച്ച് ഡാൻസ് ചെയ്തപ്പോൾ ഉള്ള പാട്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൂഡ് അല്ലെങ്കിൽ മൈൻഡ് ആ ഒരു ഇവന്റിലേക്ക് പോയിട്ട് നമ്മൾ അതായിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ് നമ്മൾ അന്ന് അനുഭവിച്ച ആ സെയിം ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ സെയിം ഇമോഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് വന്ന് നമ്മളെ ബ്രെയിൻ അതിലേക്ക് വർക്ക് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ മൂഡ് ചേഞ്ച് ആവുന്നത്. അതുകൊണ്ട് അപ്പം എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനായി. കാരണം വെച്ചാൽ ഞാനിത് ചെയ്യാറുള്ളതാണ്. എനിക്ക് ഒരു സെറ്റ് ഓഫ് സോങ്സ് ഉണ്ട്, വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടും, അതായത് നമ്മുടെ പേഴ്സണലി ഇഷ്ടമുള്ള സോങ്സും. പിന്നെ ഇതുപോലെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ഒത്തിരി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചില മൂവീസിൽ നിന്നുള്ള സോങ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനത് കേൾക്കാറുണ്ട്. ഇടയ്ക്ക് കേട്ട് കഴിയുമ്പോൾ എനിക്കൊരു നല്ല ഫീലിംഗ് തോന്നാറുണ്ട്. അപ്പം ഇന്നാണ് എനിക്ക് അതിന്റെ റീസൺ മനസ്സിലായത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ.
ആക്ച്വലി വാട്ട് മെൽ റോബിൻസ് വാസ് സെയിങ് വാസ് നമുക്ക് അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാകണം. നമ്മളുടെ മൂഡ് ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കുറച്ച് മ്യൂസിക്സ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കുക. ലൈക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പോട്ടിഫൈയിലോ ആമസോൺ മ്യൂസിക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾക്ക് ഈ മ്യൂസിക് ഇടക്ക് ഈ ഇങ്ങനെ നമ്മുടെ മൂഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് കേൾക്കാൻ പാകത്തിനുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമ്മളത് കേൾക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ആവും. സോ ആക്ച്വലി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒത്തിരി നാൾ മുന്നേ തന്നെ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സോങ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഇടക്ക് പ്ലേ ചെയ്യാറുമുണ്ട്. സോ there is a beautiful connection between music and our emotions and our brain അല്ലേ. അപ്പം നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറയുന്ന ആ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. നമ്മളുടെ മൂഡ് ഡൗൺ ആകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആങ്സൈറ്റിയോ എന്തെങ്കിലും പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഈ പ്ലേലിസ്റ്റ് പ്ലേ ചെയ്ത് ആ മ്യൂസിക് ഒന്ന് കേട്ടുക അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ 1-2 പാട്ടുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സെയിം പാട്ട് തന്നെ 1-2 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൂഡ് ഓക്കെ ആവും. ഈവൻ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കണമെങ്കിൽ പോലും നമ്മൾക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളുടെ മൂഡ് ചേഞ്ച് ആവും. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അതായത് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണതിന് മുന്നേ തന്നെ നമുക്കൊരു ബൈന്യൂറൽ മ്യൂസിക് അല്ലെങ്കിൽ ബൈന്യൂറൽ നോട്ട് മ്യൂസിക് കേട്ടാൽ, അതായത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള മ്യൂസിക്കാണ്. അതായത് മ്യൂസിക് അല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു സൗണ്ടാണത്. നമ്മളത് ഹെഡ്സെറ്റ് വെച്ച് വേണം കേൾക്കാൻ. നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലോ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ബൈന്യൂറൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ. അത് 2 ഹെഡ്സെറ്റ് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ 2 ഹെഡ്സെറ്റിൽ നിന്നും ആക്ച്വലി ഡിഫറെൻറ്റ് ടോൺസ് ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിൻ കേൾക്കുന്നത് വേറൊരു ടോണിലാണ്. അതായത് ആ മ്യൂസിക്കിൽ പ്ലേ ചെയ്യാത്തൊരു ഡിഫറെൻറ്റ് ടോണിലാണ് നമ്മുടെ ബ്രെയിൻ അത് കൺസീവ് ചെയ്യുന്നത്. അത് എല്ലാവരുടെയും ബ്രെയിൻ കൺസീവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും. അപ്പം നമ്മൾ അത് പ്ലേ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ആ ബൈന്യൂറൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നമ്മുടെ ഒരു ആക്ടിവിറ്റി പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കുറെ കൂടി ഫോക്കസ്ഡ് ആകാൻ പറ്റും. അത് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് നോട്ട് ട്രൈഡ് ഇറ്റ്, ബട്ട് ഐ വോണ്ട് ടു ട്രൈ ഇറ്റ്. സോ നിങ്ങൾ അങ്ങനെ അതും ഒരു നല്ല ടിപ്പാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പഠിക്കണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മ്യൂസിക് കേട്ട് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഫോക്കസ്ഡ് ആക്കിയിട്ട് നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ വൈൽ യു ആർ ഡൂയിങ് ദാറ്റ് ആക്ടിവിറ്റി നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് കേട്ടുകൊണ്ട് നമുക്ക് ആ ആക്ടിവിറ്റി ചെയ്യാൻ തോന്നും. അത് ജസ്റ്റ് ഒരു സൗണ്ടാണ്, മ്യൂസിക് അല്ല. അത് ആക്ച്വലി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള ഒരു സൗണ്ടായിട്ടായിരിക്കും നമുക്കിങ്ങനെ ഒരു വൈബ്രേഷൻ പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്. സോ അതൊരു ടിപ്പാണ്. സോ ഈ 2 ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഓൾ. സോ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സോങ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക. അതുണ്ടാക്കി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. യൂട്യൂബിലോ അല്ലെങ്കിൽ സ്പോട്ടിഫൈ ഉള്ളവർക്ക് സ്പോട്ടിഫൈയിലോ അല്ലെങ്കിൽ ഐറോമി സ്പോട്ടിഫൈയിലോ അല്ലെങ്കിൽ ആമസോൺ മ്യൂസിക്കിലോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പ്ലേ ചെയ്ത് നമ്മുടെ മൂഡ് ബൂസ്റ്റപ്പ് ചെയ്യുക. സോ ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു മേക്ക് യുവർ സെൽഫ് ഹാപ്പി, മേക്ക് യുവർ സെൽഫ് മോർ എനർജറ്റിക്. സോ നമ്മൾ ഡള്ളായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. സയൻറ്റിഫിക്കായിട്ട് തന്നെ പ്രൂവ് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ആൻഡ് വിൽ കീപ് അവർ സെൽഫ് ഓൾവേസ് ഹാപ്പി. ഹായ് റോമി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹോപ്പ് യു ഹാഡ് എ വണ്ടർഫുൾ ഓണം റോമി. സോ എല്ലാവർക്കും വൺസ് മോർ ഐ വിഷ് യു എ വെരി ഹാപ്പി ഓണം ആൻഡ് see you tomorrow and have a beautiful day. Bye bye.